ഈ ഇടക്കാലം കൊണ്ട് ഞങ്ങളുടെ വീഡിയോസിനൊക്കെ നെഗറ്റീവ് കമന്റ്സ് വരാറുണ്ടായിരുന്നു. അപ്പം ദേഷ്യം വരാറുണ്ട്, അല്ലാതെ അത് വായിച്ചിട്ട് അതോർത്ത് വിഷമിച്ചിരിക്കുകയും സങ്കടപ്പെട്ടിരിക്കുകയും ചെയ്യാറില്ല. ഇച്ചാന്റെ അടുത്ത് പറയാം, നീ അതൊന്നും മൈൻഡ് ആക്കണ്ട, അത് ഓർത്ത് സങ്കടപ്പെടരുത്. അതുപോലെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്, അവരും പറയും മോളെ അതൊന്നും കേട്ട് വിഷമിക്കരുത്. പക്ഷെ എനിക്ക് വിഷമമൊന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ല, നല്ല ദേഷ്യം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ആദ്യമേ നമുക്ക് ചെറിയ സങ്കടമൊക്കെ വന്നായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ. എന്ന് വെച്ചാൽ ഫസ്റ്റ് ടൈം അല്ലേ, നമുക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണയും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ആ ഒരു ടൈമിൽ ഇങ്ങനെ നെഗറ്റീവായിട്ട് ആൾക്കാർ മോശപ്പെട്ട രീതിയിലൊക്കെ ഇടുമ്പം എന്തിനാ ഇങ്ങനെയൊക്കെ ഇടുന്നല്ലേ, നമ്മൾ എന്ത് ചെയ്തിട്ടാണ്. ആദ്യമൊക്കെ എന്ന് വെച്ചാൽ ഇനി വീഡിയോസ് ഒന്നും ചെയ്യേണ്ട, അല്ലെങ്കിൽ ഞങ്ങൾ ഇതൊക്കെ നിർത്താം എന്നുള്ളൊരു മൈൻഡൊക്കെ വന്നായിരുന്നു. അപ്പം പിന്നെ നോക്കിയപ്പോഴത്തെ ഒരുപാട് പേര് നമ്മളെ സ്നേഹിക്കുന്നവരുണ്ട്. അപ്പോൾ ഇവരുമായിട്ടൊക്കെ ഷെയർ ചെയ്തപ്പോൾ അവർ പറഞ്ഞില്ല നിർത്തേണ്ട കാര്യമില്ല, നിങ്ങളോരോ വീഡിയോസ് ഇടുക, അതിനെന്താ നിങ്ങളുടെ ഇഷ്ടമല്ലേ, നിങ്ങൾ ചെയ്യും. അപ്പം അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേ പിന്നെ നമ്മൾ സ്വാഭാവികമായിട്ട് മൈൻഡിൽ മാറ്റം വന്നു തുടങ്ങി. ഇപ്പം പിന്നെ കുറച്ച് നാൾ മുമ്പ് നല്ല രീതിയിൽ മോശപ്പെട്ടിട്ട് നല്ല കമൻറ്റ് വന്നു. പക്ഷേ അന്നേരം ഒന്നും സത്യം പറഞ്ഞാൽ വിഷമവും കാര്യങ്ങളൊന്നും വന്നില്ല, നേരത്തെ ആ ഫീലൊന്നും വന്നില്ല. ഇതിപ്പം സ്വാഭാവികമാണ്, ഇതിനകത്തുള്ളതാണെന്നുള്ളൊരു മൈൻഡ് വന്നു. ഈ ഒരുമിച്ചുള്ള വീഡിയോസിനാണോ റീച്ച് ഒരുമിച്ച് വന്നതിന് ശേഷം ഒരുമിച്ച് ചെയ്യുന്ന വീഡിയോസ് റീച്ച് ആയതും അതിനാണ് കൂടുതൽ ആൾക്കാരുള്ളത്. എന്താണ് മെയിൻലി അതിന്റെ ഒരു കെമിസ്ട്രി എന്താണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? എന്താണ് അറിയില്ല കറക്റ്റ് ആയിട്ട്. ഇഷ്ടമാണ് എല്ലാരും പറയുന്നത് അങ്ങനെയാണ്, നിങ്ങളെ കമന്റ്സ് ഒക്കെ വായിക്കാൻ നമുക്കൊരു എല്ലാവരും അങ്ങനെ തന്നെയാണ് പറയുന്നത്. പിന്നെ നമുക്ക് അല്ലാതെ മെസ്സേജുകൾ വായിക്കാറുണ്ട്. അപ്പൊ എല്ലാവരും അതിലും പറയുന്നത് നിങ്ങളെ ഞങ്ങൾക്ക് ഇഷ്ടമാണ്, ക്യൂട്ട് കപ്പിളാണ്, എന്താ അങ്ങനെയൊക്കെയാണ് ഓരോരുത്തർ പറയുന്നത്. പിന്നെ പുറത്തു പോയാലും ഇപ്പൊ എല്ലാരും വീഡിയോസ് ചെയ്യുന്നവരല്ലേ, കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർ വരുമൊക്കെ ചെയ്യാറുണ്ട്. ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നല്ലേ ഇച്ചായ? എന്താണ് ശരിക്കും പറ്റിയത്? അല്ലെങ്കിൽ 6 വയസ്സൊക്കെ ആയപ്പോ പനി സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പം ഇപ്പൊ അത് മരുന്നൊക്കെ കണ്ടുപിടിച്ചു, വാദപ്പനി പോലെ ആമവാദം സന്ധിവാദം എന്നൊക്കെ പറയത്തില്ലേ, അതിലൊരു പനിയായിരുന്നു. പക്ഷെ അന്നത് എന്തുകൊണ്ടാന്ന് അറിയത്തില്ലായിരുന്നു. പിന്നീട് അതങ്ങ് വഷളായി പോയി. ട്രീറ്റ്മെന്റ് ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. ഒരു 6 വയസ്സിൽ പനി സ്റ്റാർട്ട് ചെയ്തു. പിന്നീട് പതിയെ ആണ് ഇതുപോലെല്ലാം ആയിട്ട് ഹൈറ്റ് ഒക്കെ കുറഞ്ഞ് ഇപ്പൊ മെയിൻ ആയിട്ട് ഇപ്പോഴും മരുന്ന് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ബോഡിയിൽ പെയിൻ ഉണ്ട്, ജോയിന്റുകൾക്കെല്ലാം ഇപ്പോഴും ഉണ്ട്. ഇവരുടെ കല്യാണത്തിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് 2 അമ്മമാരാണ്. അതിലൊരാള് നമ്മുടെ കൂടെയുണ്ട്. നമ്മ ശരിക്കും ഇവർ വന്ന് അഭിപ്രായങ്ങൾ പറയുന്ന സമയത്ത് രണ്ടുപേരും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ടുണ്ടാവല്ലോ അമ്മയുടെ അടുത്ത് അല്ലെങ്കിൽ 2 അമ്മമാരുടെ അടുത്ത്. എങ്ങനെയാ ഇത് സാധിച്ചു കൊടുത്തേ? മക്കള് തമ്മിൽ പരിചയമുണ്ട്. അപ്പം അവര് മോന് പിന്നെ ഇങ്ങനെയൊക്കെ ഉള്ള മൊബൈൽ വഴിയൊക്കെ പരിചയപ്പെടുന്ന സമയത്തൊക്കെ എനിക്ക് കൊണ്ടത് കാട്ടിത്തരുമായിരുന്നു. അപ്പം അങ്ങനെ എനിക്ക് മോളോടൊരു ഇഷ്ടമൊക്കെ അന്നേരം തോന്നി കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിക്കുകയും എടുക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഞാൻ ചോദിച്ചു മോക്ക് ആലോചനയൊക്കെ വല്ലതും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞാൽ ഒരു ആലോചന വന്നിട്ടുണ്ടെന്ന്. അത് ഏതാണ്ട് ഒരു വിധമൊക്കെ അടുത്ത് വരുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും ആയിക്കോട്ടെ, സന്തോഷം, കല്യാണമൊക്കെ ആകുമ്പോൾ അറിയിക്കണം എന്നൊക്കെ പറഞ്ഞൊക്കെ അന്ന് നമ്മൾ സംസാരം നിർത്തിയത്.